കൊലയാളികൾ വീട്ടിൽ വന്നിരുന്നത് അതിഥികളെ പോലെയായിരുന്നു. അവർ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, വിദേശ സിഗരറ്റുകൾ വലിച്ചു തള്ളിയിട്ടുണ്ട്. എല്ലാത്തിനും ഉപരി ചോരപ്പാടുകൾക്കിടയിൽ നിന്ന് ഒരു ഷൂവിന്റെ അടയാളം പോലീസിന് ലഭിച്ചു. അതൊരു സാധാരണ ഷൂ ആയിരുന്നില്ല. അമേരിക്കൻ നിർമ്മിതമായ നോർത്ത് സ്റ്റാർ ബ്രാൻഡ് ഷൂവിന്റെ അടയാളമായിരുന്നു. 1980-കളിൽ കേരളത്തിലെ ഒരു സാധാരണക്കാരന് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരം ഷൂസ്. കൊലയാളികൾ ഉന്നത കുലജാതരോ വിദേശ ബന്ധമുള്ളവരോ ആണെന്ന് ആദ്യ സൂചന അവിടെ നിന്ന് ലഭിച്ചു. അന്വേഷണം ജോർജിന്റെ ബന്ധുക്കളിലേക്ക് തിരിഞ്ഞു. അപ്പോഴാണ് ജോർജിന്റെ ഡയറിയിൽ നിന്ന് റെനി എന്ന പേര് ശ്രദ്ധയിൽപ്പെടുന്നത്. KC ജോർജിന്റെ സഹോദരപുത്രൻ. മൗറീഷ്യസിൽ പഠിക്കാൻ പോയ റെനി ജോർജ് എന്ന 20-കാരൻ അക്കാലത്ത് ഒരു പ്ലേ ബോയ് ആയിരുന്നു. മയക്കുമരുന്നിനും ആഡംബരത്തിനും അടിമയായ റെനി തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം മൗറീഷ്യസിൽ നിന്ന് ചെന്നൈ വഴി കേരളത്തിലെത്തി. അവർക്ക് പണം ആവശ്യമായിരുന്നു.